ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. നിങ്ങൾക്ക് ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടിപ്പുറം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിലോളെന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ദിവസമായി ഞാൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്കും വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. മാത്രമല്ല ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ കളറൊക്കെ മാറി നിങ്ങൾ ആകെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഭാഗത്തിലേക്ക് ചേഞ്ച് ആവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എത്ര ഡ്രൈ ആയി മുഖത്തൊക്കെ വെള്ള പാടുകൾ പോലുള്ള അവസ്ഥ വരിക, ഈ സ്കിന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുളിവുകൾ വരിക, ഇതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഈ ഒരു സംഭവം. അതായത് നമുക്ക് ഏജ് കുറച്ച് കുറഞ്ഞു കിട്ടും, മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കും. കുറച്ച് ദിവസങ്ങൾ നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഓരോ ദിവസം ഇടവിട്ടിട്ട് ചെയ്യാം. എന്നും രാത്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. വളരെ നല്ലതാണ് സ്കിന്നിന്. പിന്നെ നല്ല ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ ഫേസ് ചെയ്തപ്പോൾ ഇങ്ങനെ വല്ലാതെ വലിഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഈ ഇഷ്യൂ ഒക്കെ മാറിക്കിട്ടും. ഇതിനായിട്ട് 2 സ്റ്റെപ്പ് ഉണ്ട്. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ അരിപ്പൊടി വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളൊരു മുൻപത്തെ വീഡിയോയിൽ ഒരു ഹെയർ വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഉലുവ, ഉഴുന്ന്, ചെറുപയറും കൂടെ ചേർത്തിട്ട് ഒരു ഹെയർ വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്ക്രബ് ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്നതിന് മുന്നായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. നോർമൽ സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യാം, ഇല്ല എങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ സോപ്പ് വെച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇപ്പം എൻ്റെ മുഖത്ത് ഒരു തരത്തിലുള്ള പൗഡറോ ക്രീമോ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പൊ മുഖം നന്നായിട്ട് കഴുകിയെടുത്തു, ഒന്ന് തോർത്തിയെടുത്തു. ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ഉരച്ച് മുഖത്തെ ഒരു ഇത് കളയാൻ വേണ്ടി പാടില്ല. ഒന്നിക്ക് ടിഷ്യൂ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണികൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്ക്രബാണ്. സ്ക്രബിന് ഞാൻ എടുക്കുന്ന ഒരു സാധനം ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ കുറച്ച് നമ്മളുടെ ആ ഒരു ബാത്ത് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അധികമൊന്നും വേണ്ട. ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ മിക്സ് ചെയ്തെടുക്കാണ്. സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. മുഖത്തെ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ എന്തൊരു പാക്ക് ഇട്ടാലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യാം. ഇതില്ലാത്തവരാണെങ്കിൽ അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ. പിട്ടിന്റെ പൊടിയെ, പത്തിരിപ്പൊടി എടുക്കരുത്, പിട്ടിന്റെ പൊടി എടുക്കുക. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പാടുള്ള തൈരാണ്, അതുകൊണ്ട് നല്ല ഒരു എന്താ പറയാ തണുപ്പുണ്ട്. ഇനി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. മുഖത്തിന്റെ ഈ മൂക്കിന്റെ ഈ ഒരു 2 കോർണറിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. ഈ താടിയുടെ ഈ ഭാഗത്ത് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോർണറിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഒന്ന് പോകാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ. ഇതുപോലെ നെറ്റിയിലൊക്കെ എടുക്കുക. ഞാൻ ഈ വലിയ പ്ലേറ്റ് എടുക്കാൻ കാരണം ഇല്ലെങ്കിൽ എൻ്റെ റൂമിലൊക്കെ ആവും, അതുകൊണ്ടാണ്. ഇതിങ്ങനെ എല്ലാ ഭാഗത്തും കൊടുക്കുക. എനിക്ക് ഡാർക്ക് സർക്കിൾ നന്നായിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾ വരുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഈ ഒരു ഡാർക്ക് സർക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഉറക്കം നന്നായിട്ട് വേണം, സ്ട്രെസ് കുറക്കണം, പിന്നെ സ്ട്രെയിൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. ഒരുപാട് നേരം ഫോണിൽ നോക്കുന്നത്, എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ലാപ്പിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് നല്ലതല്ല. ഒരുപാട് നേരം TV കാണാം, അതൊന്നും നല്ലതല്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഞാൻ TV ഒന്നും കാണാറില്ല, എഡിറ്റ് ചെയ്യാൻ ഒത്തിരി നേരം എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 ചാനലിലൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഒത്തിരി നേരം വേണം. മിനിറ്റൊക്കെ മതി ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കല്. ഇത് ഉണങ്ങാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇത് ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ തൈര് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കറ്റാർവാഴയുടെ ജെല്ലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്ന പാക്കാണ്.
വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നതാണ്. എനിക്ക് ഏകദേശം അതിന്റെ റിസൾട്ട് ഒരു 3-4 ദിവസത്തേക്ക് നിന്നിരുന്നു. കാരണം ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് 3 ദിവസത്തോളം സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തൈരും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ് കേട്ടോ. സ്കിൻ എപ്പോഴും ഒരു ഗ്ലോ ആയിട്ടുണ്ടാവും, അതാണ് കാര്യം. അല്ലാതെ നമ്മുടെ സ്കിൻ ടോൺ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെളുത്തിരുന്നാലാണ് സൗന്ദര്യം എന്നൊന്നുമില്ല. സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് കുറച്ച് നാൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ. ആ രീതിയിൽ വിചാരിക്കുക. അല്ലാതെ ഒരു നമ്മുടെ സ്കിൻ ടോണൊക്കെ ചെറിയൊരു രീതിയിൽ ചേഞ്ച് വരുത്തും എന്നല്ലാതെ വലിയ രീതിയിൽ ഒരു കളർ ഫുള്ളായിട്ട് അങ്ങ് മാറ്റിത്തരുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഉണ്ടെങ്കിൽ പ്ലീസ്, എന്തായാലും ഞാൻ അതിനെ പറ്റിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ വീഡിയോയിലുണ്ടാവും. നമ്മൾ ഹെയർ കെയറിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മുട്ടോളം മുടി എത്തിക്കുക എന്നുള്ളതൊന്നല്ല നമ്മുടെ ലക്ഷ്യം. എങ്കിലും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പതുക്കെ പതുക്കെ തന്നെ ഉള്ളൂ. ഒറ്റയടിക്കൊന്നും ഒരത്ഭുതവും എനിക്ക് സൃഷ്ടിക്കാൻ താല്പര്യവുമില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കെമിക്കലായിട്ടുള്ള ഒന്നും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നേരത്തെ നമുക്ക് പറയാം. നമുക്ക് നോക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, നോക്കാം. ഓക്കെ, ഈ എന്താ പറയുക സ്കിൻ കെയറിന്റെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകി ഒന്ന് തോർത്തിയിട്ട് വരാം കേട്ടോ. മുഖം തൊടുമ്പം തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു സ്മൂത്ത് ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയാൽ അന്നേരം തന്നെ മനസ്സിലാവും ആ മുഖത്തെ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. നമ്മുടെ മുഖക്കുരുവൊക്കെ പോകാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കളർ ഒന്ന് ഇമ്പ്രൂവ് ആകും, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. സിമ്പിൾ പാക്കാണ്, വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയുള്ള പാക്കാണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇതാണ് ആ പാക്കിന് വേണ്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഒന്ന് തൈരാണ്, രണ്ടാമത്തത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നല്ല കസ്തൂരി മഞ്ഞൾ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തത്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പിറ്റത്തെ ദിവസം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കസ്തൂരി മഞ്ഞളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി അതില്ലാത്തവരാണെങ്കിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുള്ള മഞ്ഞൾ യൂസ് ചെയ്യരുത്, ഈ ഒരു മഞ്ഞൾ യൂസ് ചെയ്യാം കേട്ടോ. വീട്ടിൽ നിന്ന് കിട്ടുന്നത് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മുഖത്ത് നല്ലൊരു കട്ടിയിൽ തന്നെ കോട്ട് കൊടുക്കുക. ഏതൊരു പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കറുത്തു പോകും. അപ്പോൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് തന്നെയാണ്. കാരണം ഈ മഞ്ഞൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കറക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ വീട്ടിനകത്ത് തന്നെ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു കൂൾ ഫീൽ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ എന്തായാലും. ഈ നെയ്യ് എടുക്കാത്ത തൈരുമാണ് കേട്ടോ യൂസ് ചെയ്യാൻ. ഇത് ഓയിലി ആയിട്ടുള്ള ഫേസുള്ള ആൾക്കാർ യൂസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറ്റാർ വാഴയിൽ യൂസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് യൂസ് ചെയ്യരുത്. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് കാണിക്കാം കേട്ടോ. എനിക്ക് ഒന്നും നോക്കാതെ ഇത് ചെയ്യാനൊരു സൗകര്യമില്ല, നിലത്തൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കാണാം. ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് അബ്സർവ് ചെയ്യില്ല ബോഡി. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് മുഖം നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് നിൽക്കുക. വെയിലത്ത് പോയി നിൽക്കരുത്, ഒരുപാട് പൊടി അങ്ങനത്തെ അവിടെയൊന്നും പോയി നിൽക്കരുത്. കാരണം നിങ്ങളുടെ പോസൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. പിന്നെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉരച്ചങ്ങനെ വേദന എടുക്കുന്ന തരത്തിൽ ചെയ്യരുത്. ഡ്രൈ ടൈമാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മുഖം കഴുകിയ ഉടനെ തന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം മുഖം കുറച്ച് വെറ്റായിട്ടിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ഞാനൊരു 10-20 മിനിറ്റ് ഇരിക്കും, മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും ഇരിക്കും. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയുക. ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് പിന്നെ വീണ്ടും ഫേസ് വാഷ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്ത് നോർമലായിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ കുറച്ച് പോലുള്ള അല്ലെങ്കിൽ ഫേസ് വാഷ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. എന്നിട്ട് ഇത് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. മഞ്ഞൾ അലർജി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ആയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സ്കിന്നിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ചെയ്തു നോക്കുക. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പൊ ഇവിടെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഒരു അരമണിക്കൂർ വെച്ച് നോക്കുക. അലർജി ഒന്നും ഇല്ല എങ്കിൽ മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതൊരു 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് കാണാം മുഖം എത്രമാത്രം ചേഞ്ച് ഉണ്ട്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കരുത്. നല്ല നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള സാധനം തന്നെയാണ്. ഇനി ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫേസിൽ എന്താ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ നെക്ക് ഏരിയ വരെയും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന്റെയും കഴുത്തിന്റെയും കളർ ഡിഫറൻസ് രണ്ടും രണ്ടായി പോകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയതാണ്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം. ഇത് ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ.
ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇച്ചിരി നേരം കൂടെ വെച്ചിട്ട് ഞാനത് കഴുകിയിട്ട് വരും. ഞാൻ മുഖമൊക്കെ കഴുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ വേഗം പോയി പൗഡർ ഇടാനോ അങ്ങനത്തെ ഒന്നും നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തു. കാരണം പോർസ് ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം നന്നായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. തന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഒത്തിരി നേരം നിൽക്കും. നിങ്ങൾ വെയിൽ ഒത്തിരി കൊള്ളാതിരിക്കുക. ഇതൊന്ന് നിങ്ങൾ ആഴ്ചയിൽ ഒരു 7 ദിവസം പറ്റുമെങ്കിൽ 7 ദിവസം ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് സ്യൂട്ടായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ നല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റിലേക്ക് ഇട്ടാൽ മതി. നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നിങ്ങളിൽ ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.